നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് നല്ലത് നടന്നാലും അവിടെ ഉണ്ടാവും ആദ്യത്തെ ആളായി. എന്നിട്ടോ എന്തെങ്കിലും വേണ്ടാത്ത പ്രവർത്തിച്ച് ആ ദിവസത്തെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തു. ഇവിടെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? വിവാഹ ദിവസം എന്തൊക്കെയാ നടന്നെന്ന് ഇവിടെ എല്ലാവരും മറന്നോ? ഇവിടുത്തെ സെർവൻസിന് ജോലി പറഞ്ഞു കൊടുക്കുന്നതും അവരെന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനം എടുക്കുന്നതും അമ്മാവന്റെ PA ആയിരുന്നു. ഇന്ന് ഇവിടെ വരുന്ന അതിഥികള് സ്വന്തം സഹോദരിയും ഭർത്താവും ആണ് എന്ന് പോലും മറന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ ചിലര് നടക്കുമ്പോ ഈ PAക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുന്നതാ എന്റെ ശീലം. മകളുടെ നാമം സാനിയ, നക്ഷത്ര അശ്വതി അല്ലേ? ആ അതെ. മരുമകന്റെ പേര് അഖിൽ, നക്ഷത്ര ഉത്രാടം. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരുമകൻ ബാംഗ്ലൂരിൽ പുതിയ ബിസിനസ് ആരംഭിച്ചു അല്ലേ? അതെ അതെ. യാതൊരു ആശങ്കയും വേണ്ട. അവർ വയ്ക്കുന്ന ഓരോ ചുവടും നേട്ടങ്ങൾ മാത്രമായിരിക്കും. എല്ലാം നിങ്ങളുടെ മകളുടെ ജാതകത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജാതകവശാൽ ജനിച്ച വീടിനേക്കാൾ ഭർത്തൃ വീട്ടിലാണ് സാനിയ ഐശ്വര്യം ചൊരിയുക. പിന്നെ നല്ല മനസ്സുള്ളവർക്ക് എന്നും നല്ല കാലമായിരിക്കുമല്ലോ. അതെ അതെ. എന്റെ അനിയത്തി അളിയനും തുടങ്ങിയിരിക്കുന്ന പുതിയ ബിസിനസിന്റെ ഐശ്വര്യത്തിനെ നടത്തുന്ന പൂജയാണിതെന്ന് തിരുമേനിക്ക് അറിയാലോ. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഭഗവാന്റെ അനുഗ്രഹ പ്രസാദം കൊണ്ട് ഒരു കുറവും വരില്ല ദീപക് സാറേ. ശേഖര, ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? നടക്കുന്നുണ്ട് ചേച്ചി. സാനിയമോൾക്ക് വേണ്ടി നടത്തുന്ന പൂജ അറിയാലോ. യാതൊരു പാകപ്പിഴയും ഉണ്ടാവരുത്. ഇല്ല ചേച്ചി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റതല്ലേ. എല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയാൻ, ഈ വീട്ടിലെ നായയുടെ ചില കാര്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നായയുടെ കാര്യോ? അതെന്താ ശേഖരൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്താ അവൻ ഉദ്ദേശിച്ചത്? എന്റെ മകനെയാണ് അവൻ നായ എന്ന് പറഞ്ഞിട്ട് പോയത്. അവൻ അത്രയ്ക്ക് അഹങ്കാരമായോ? കാണിച്ചു തരാം ശേഖര നിനക്ക് ഞാൻ. അമ്മേ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വേഗം വരണേ. അംബിക ചേച്ചിക്ക് രാവിലെ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ഇനി ആ ദേഷ്യം ചേച്ചി എന്നോടാവോ കാണിക്കുക? അതൊന്നുമില്ല. ആട്ടെ, ഋതുമോളും അപ്പുമോളും ഉണർന്നോ? അവരൊക്കെ എപ്പോഴേ ഉണർന്നു. അപ്പൊ റെഡിയായിക്കൊണ്ടിരിക്കുക. ഋതുമോള് റെഡിയായി റൂമിലിരിക്കുക. ചേച്ചിയെ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അന്നത്തെ ദിവസം എനിക്ക് വളരെ നല്ലതായിരിക്കും. എന്തായാലും ചേച്ചിക്ക് സന്തോഷമായില്ലേ? സന്തോഷായി പ്രതാപ. സാനിയെ വിളിച്ചിരുന്നു. ഇവിടെ പൂജ കഴിഞ്ഞതിന് ശേഷം അമ്മാവനെ വിളിച്ചോളാന്ന് അവള് പറഞ്ഞു. ഞാൻ അവളെ അതിനു മുമ്പ് അങ്ങോട്ട് വിളിച്ചോളാം. എന്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടിയാ. ഇപ്പോ വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. ഇന്നലെ വിളിച്ചപ്പോഴേ അവൾ അമ്മാവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. നിനക്ക് വിഷമാവൂന്നോർത്താ ഞാനത് പറയാതിരുന്നത്. അവളെ ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാം, പറക്കം മുറ്റിക്കഴിഞ്ഞാ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചല്ലേ പറ്റുമോ? ആ ഋതുമോള് വന്നല്ലോ. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ ഇവിടെന്തിനാ ഇവിടേക്ക് ഇറങ്ങി വരുന്നത്? എന്ത് നല്ലത് നടന്നാലും അവിടെ ഉണ്ടാവും
ആദ്യത്തെ ആളായി. എന്നിട്ടോ എന്തെങ്കിലും വേണ്ടാത്ത പ്രവർത്തിച്ച് ആ ദിവസത്തെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തു. ഇവിടെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? വിവാഹ ദിവസം എന്തൊക്കെയാ നടന്നെന്ന് ഇവിടെ എല്ലാവരും മറന്നോ? പ്രതാപ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ പറഞ്ഞെന്തിനാ നീ ഋതുമോളെ വഴക്ക് പറയുന്നത്? അവളിനി തെറ്റുകളൊന്നും ആവർത്തിക്കില്ല. ഋതുമോളെ, മോളിങ് വന്നേ. വേണ്ട. ചേച്ചിയാണ് ഇവിടെ ലാളിച്ചിങ്ങനെ വഷളാക്കിയത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പൂജ കഴിയുന്നവരെ അവള് മുറിയിലിരിക്കട്ടെ. വിവാഹ ദിവസം ഇവളുടെ അശ്രദ്ധ കാരണം ഉണ്ടായി പുകിലൊന്നും ചേച്ചി മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവളെ ആരും സപ്പോർട്ട് ചെയ്യണ്ട. ഇവളോട് കയറി പോവാൻ പറയും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? ആ ഭദ്രകാളിയോടെ നിൽക്കുമ്പോ ഞാൻ അങ്ങനെ വാതുറക്കും. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ പ്രതാപ? വേണ്ട ചേച്ചി, പൂജ കഴിഞ്ഞിട്ട് കഴിക്കുന്നതല്ലേ അതിന് ശരി. അത് സാരമില്ല, നീ കഴിച്ചോളൂ. ഏയ്, സാനിയും മോൾക്കും ഭർത്താവിനും വേണ്ടി നടത്തുന്ന പൂജയല്ലേ, എല്ലാം അതിന്റെ രീതി അനുസരിച്ച് തന്നെ നടക്കണം. ചേച്ചി, ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ ജോലി ഭാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരുള്ള നമ്മുടെ ഫാക്ടറിയുടെ എല്ലാ ചുമതലകളും മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നല്ല കാര്യമല്ലേ പ്രതാപ? പിന്നെ ദീപക്കിന് ബിസിനസ്സിൽ നല്ലൊരു ഭാവി ഉണ്ടെന്നാ എന്റെ വിശ്വാസം. അക്കൗണ്ട്സിലൊക്കെ അവൻ മിടുക്കനാ. പിന്നെ അവന്റെയും കൂടി മുതലല്ലേ. ഈ തമാശക്കളിയൊക്കെ ഒന്ന് മാറി അവനൊന്ന് ഡിസിപ്ലിൻ ആകാനും ഈ ഉത്തരവാദിത്തം അവനെ സഹായിക്കും. അത് വേണോ ചേച്ചി? നമ്മുടെ ബിസിനസ്സുകളിൽ ഏറ്റവും ലാഭകരമായി പോകുന്നതാണ് കോയമ്പത്തൂരിലെ ഫാക്ടറി. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഏൽപ്പിക്കുന്നതല്ലേ എന്റെ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.